80 പേരുമായി എത്തിയ വിമാനമാണ് തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. അമേരിക്കയിലെ മിനസോട്ടയിൽ നിന്ന് പറന്നുയർന്ന ഡെൽറ്റ എയർലൈൻസ് ജെറ്റാണ് കാനഡയിൽ ലാൻഡ് ചെയ്തത്. മഞ്ഞുമൂടിയ റൺവേയിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ വിമാനം തലകീഴായി മറിഞ്ഞു. കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. എൻഡീവർ എയർ ഫ്ലൈറ്റ് 4819 ആണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരെല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ വലിയ അത്യാഹിതങ്ങൾ ഒഴിവായി. ഒരു കൊച്ചുകുട്ടിക്കും 60-ന് മുകളിൽ പ്രായമുള്ള ഒരാൾക്കും മധ്യവയസ്കയായ ഒരു സ്ത്രീക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റവരെ ആംബുലൻസുകളും ഹെലികോപ്റ്ററുകളുമായി ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാനത്തിന്റെ ഫ്യൂസലേജിൽ നിന്ന് പുകയുയർന്നതിനാൽ അഗ്നിശമന സേന സ്ഥലത്തെത്തി. അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ്. മറ്റ് വിമാനങ്ങളൊന്നും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ടൊറന്റോ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ട് മറ്റിടങ്ങളിൽ ലാൻഡ് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.